ചില ആളുകളൊക്കെ പറയും ഉസ്താദേ 25 കൊല്ലമായി ഉസ്താദേ ഞാൻ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തേക്ക് വന്നിട്ട് മൂക്കിൽ പല്ല് മുളച്ചു ഉസ്താദേ പെണ്ണിനെ കിട്ടണില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതിന്റെ വേദന എപ്പോഴാണെന്നറിയോ? ഇപ്പോ നമ്മളൊക്കെ പറയും പെണ്ണിനെ കിട്ടാൻ വലിയ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത് ആലോചിച്ചിറങ്ങുമ്പോഴാണ് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാകുന്നത്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, 60 ചായ കുടിച്ച്. എത്ര ചായ? 60 ചായ. എല്ലാ ദിവസവും പോകുന്നതിനും എന്നെ വിളിക്കും ഉസ്താദെ ദുആ ചെയ്യണം. പക്ഷെ എന്തിനാ? ഇന്നത്തെ ചായക്ക് ടേസ്റ്റ് ഉണ്ടാകാനാ? അല്ല ഉസ്താദെ, ഇന്നത്തെ പെണ്ണിനെ ഇഷ്ടപ്പെടാൻ ദുആ ചെയ്യണം. അങ്ങനെ അവസാനം സുബ്ഹാനല്ലാഹ് ഇവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവന്റെ വാപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഓനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അത് അവന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അത് അവന്റെ പെങ്ങന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനീ പെണ്ണിനെ കാണാൻ പോകുന്നവരോട് സ്നേഹത്തിലൊരു കാര്യം പറയും. നിങ്ങൾ കല്യാണാലോചന നടത്തുമ്പോൾ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, നിങ്ങളാണ് അവളോടൊപ്പം ജീവിക്കേണ്ടത്. ആരാണ്? നിങ്ങളാണ് അവളോടൊപ്പം ജീവിക്കേണ്ടത്. നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ പെങ്ങളല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ മൂത്താപ്പയും കൊച്ചാപ്പയും കബറിൽ കിടക്കുന്ന വല്യാപ്പ ഒന്നുമല്ല ഓളുടെ കൂടെ ജീവിക്കേണ്ടത്. നീ മാത്രമാണ് ഓളുടെ കൂടെ ജീവിക്കുന്നത്. നിനക്കൊരു പെണ്ണിനെ കണ്ട് തൃപ്തിയായാൽ, നിനക്ക് സന്തോഷമായാൽ, അവളുമായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് നീ വേറെ ചായ കുടിക്കാൻ പോകല്ലേ. അവളെ കെട്ടിയിട്ട് നീ സന്തോഷത്തോടെ പൊക്കോ. ബാക്കിയൊക്കെ പയ്യ റെഡിയാകും. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.